രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ലൈംഗിക പീഡനാരോപണവും അതിനോടനുബന്ധിച്ചുള്ള സാമ്പത്തിക ഇടപാടുകളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഈ വിവാദത്തിൽ പുതിയ വഴിത്തിരിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഫെന്നി നൈനാൻ രംഗത്തെത്തിയതോടെ കേസ് കൂടുതൽ സങ്കീർണമായ തലത്തിലേക്ക് നീങ്ങുകയാണ്. മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടുകളിലെ വൈരുദ്ധ്യങ്ങളും യുക്തിസഹമല്ലാത്ത കാര്യങ്ങളും അക്കമിട്ടു നിരത്തിയാണ് ഫെന്നി നൈനാൻ രംഗത്തെത്തിയത്. ഒരു വശത്ത് ക്രൂരമായ ലൈംഗിക അതിക്രമം നേരിട്ടുവെന്ന് പരാതിക്കാരി ആരോപിക്കുമ്പോൾ മറുവശത്ത് ആരോപണ വിധേയനായ വ്യക്തിക്ക് പരാതിക്കാരി പണവും വില കൂടിയ സമ്മാനങ്ങൾ നൽകിയതിലെ സ്വാഭാവികതയാണ് ഇവിടെ പ്രധാനമായും ചോദ്യം ചെയ്യപ്പെടുന്നത്. പരാതിക്കാരി തനിക്ക് പണം അയച്ചിട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഘട്ടത്തിലും നിഷേധിച്ചിട്ടില്ല എന്ന വസ്തുത ഫെന്നി നൈനാൻ ഊന്നി പറയുന്നുണ്ട്. എന്നാൽ താൻ ആരോടെങ്കിലും പണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് രാഹുൽ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം. താൻ സാമ്പത്തികമായി ആരെയും ചൂഷണം ചെയ്തിട്ടില്ലെന്നും ഒരു രൂപയെങ്കിലും താൻ ആവശ്യപ്പെട്ടതിന്റെ തെളിവ് പുറത്തുവിടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ലക്ഷ്മി പത്മയെ വെല്ലുവിളിച്ചിരുന്നു. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആരോപണം ഉന്നയിക്കുന്നവർ തയ്യാറാണോ എന്ന ചോദ്യമാണ് ഫെന്നി നൈനാൻ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇതിനിടെ ലക്ഷ്മി പത്മ പങ്കുവച്ച ചാറ്റുകളിലെ വിവരങ്ങൾ ഫേസ് വാഷ്, കസ്റ്റമൈഡ് കീ ചെയിൻ, വാച്ച്, ചെരുപ്പ്, ഗോഡ് മിൽക്ക് ഷാംപൂ തുടങ്ങിയ വൈവിധ്യമായ സമ്മാനങ്ങൾ പരാതിക്കാരി രാഹുലിന് വാങ്ങി നൽകിയതായി കാണുന്നുണ്ട്. കൂടാതെ 3 തവണകളിലായി 20,000 രൂപ അടച്ചിട്ടുമുണ്ട്. ലക്ഷ്മി പത്മ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടുകളിലെ ഏറ്റവും ദുരൂഹമായ വശം ഒരു പ്രത്യേക തീയതിയായി മനഃപൂർവ്വം മറച്ചുവെച്ചു എന്നതാണ്. ഏതാണ്ട് 20ഓളം സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടതിൽ ഒരെണ്ണത്തിൽ മാത്രം തീയതിയും മാസം വ്യക്തമല്ല. ഈ മറച്ചുവെക്കപ്പെട്ട തീയതി 2024 ഏപ്രിൽ 14 ഫെന്നി നൈനാൻ വെളിപ്പെടുത്തുന്നു. ഇതേ കേസിലെ പരാതിയിൽ പരാതിക്കാരി ആരോപിക്കുന്നത് ഏപ്രിൽ 8 തനിക്ക് നേരെ ക്രൂരമായ ലൈംഗിക അതിക്രമം ഉണ്ടായതെന്നാണ്. ലൈംഗികമായി പീഡിപ്പിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തു എന്ന് പറയുന്ന ക്രൂരമായ സംഭവം നടന്ന് കൃത്യം 6ാം ദിവസം ആ മുറിവുകൾ പോലും ഉണങ്ങുന്നതിന് മുൻപ് ആരോപണ വിധേയനായ വ്യക്തിക്ക് 10,000 രൂപ അയച്ചു കൊടുത്തു എന്ന വാദം സാമാന്യ യുക്തിക്ക് നിരക്കാത്തതാണെന്ന് ഫെന്നി നൈനാൻ വിമർശിക്കുന്നു. ഈ വൈരുദ്ധ്യം പൊതുസമൂഹം തിരിച്ചറിയുമെന്ന് ഭയന്നാണോ തീയതി മറച്ചുവെച്ചത് എന്ന ഗൗരവകരമായ സംശയമാണ് ഇവിടെ ഉയരുന്നത്. നേരത്തെ ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. മൂന്നാമത്തെ പരാതിക്കാരി ഉന്നയിച്ച സാമ്പത്തിക ചൂഷണാരോപണങ്ങൾ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. താൻ ആരുടെയെങ്കിലും പക്കൽ നിന്നും ഫ്ളാറ്റ് വാങ്ങിത്തരാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ചെരുപ്പ് വാങ്ങിത്തന്നുവെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു തെളിവെന്ന നിലയിൽ ചാറ്റുകൾ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ അത് ഭാഗികമായിട്ടല്ല ചെയ്യേണ്ടതെന്നും 5 മെസ്സേജുകൾ മുകളിലേക്കും 5 മെസ്സേജുകൾ താഴോട്ടും ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായും പുറത്തുവിടാൻ തയ്യാറുണ്ടോ എന്നും അദ്ദേഹം ലക്ഷ്മി പത്മയോട് ചോദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുലിന് നൽകിയ സാമ്പത്തിക സഹായങ്ങളുടെ രേഖകൾ എന്ന പേരിൽ ലക്ഷ്മി പത്മ പുതിയ സ്ക്രീൻഷോട്ടുകൾ പോസ്റ്റ് ചെയ്തത്. തന്റെ സ്ക്രീൻഷോട്ടും ലക്ഷ്മി പത്മ പുറത്തുവിട്ട സാഹചര്യത്തിലാണ് തനിക്ക് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വന്നതെന്ന് ഫെന്നി നൈനാൻ വ്യക്തമാക്കുന്നു. പീഡനാരോപണത്തിന്റെ മറവിൽ വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമമാണോ നടക്കുന്നത് എന്ന ചോദ്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഒരു വ്യക്തിയിൽ നിന്ന് അതിക്രൂരമായ ശാരീരികവും മാനസികവുമായ പീഡനം നേരിട്ട ഒരാൾ ആ വ്യക്തിയുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളും പണവും നൽകി സഹായിക്കുന്നത് അവിശ്വസനീയമാണെന്നാണ് ഫെന്നിയുടെ പക്ഷം. പരാതിക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പെരുമാറ്റങ്ങൾ പീഡനാരോപണത്തിന്റെ വിശ്വാസത്തെ തന്നെ തകർക്കുന്നതാണെന്നും അദ്ദേഹം വാദിക്കുന്നു. രാഷ്ട്രീയമായ നീക്കങ്ങളോ അതോ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ആരോപണങ്ങളാണോ ഇതെന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് കരുതപ്പെടുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ക്രീൻഷോട്ടുകളോ തെളിവുകളോ പുറത്തുവിടാൻ ആരോപണം ഉന്നയിക്കുന്നവർ തയ്യാറാകുമോ അതോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയ വെല്ലുവിളികളിൽ പ്രതിരോധത്തിലാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. പണം നൽകി എന്നതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരനാകില്ലെന്നും അത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നതും അത് നൽകിയ സാഹചര്യവുമാണ് നിയമപരമായി നിലനിൽക്കുകയെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും ഫെന്നി നൈനാന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ കേസിലെ പരാതിക്കാരിയെയും മാധ്യമപ്രവർത്തകയെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. തീയതി മറച്ചുവെച്ചതിലൂടെ ആരോപണങ്ങളിലെ പൊള്ളത്തരം പുറത്തായിരിക്കുകയാണെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ തങ്ങളുടെ കൈവശം കൂടുതൽ തെളിവുകൾ ഉണ്ടെന്ന നിലപാടിലാണ് മറുവിഭാഗം ഇപ്പോൾ ഉള്ളത്.